ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. പിന്നെ അതില്ലാത്തതുകൊണ്ടാണോ പറയുന്നത്? അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി അത് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചോളൂ. ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത്, അത് കറക്റ്റ് ആണ്. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്. നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങൾ സിനിമ ചെയ്യുന്നവരാണ്. അതായത് ഇപ്പം എല്ലാ നല്ല വശങ്ങൾക്ക് ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുരുഷന്മാരെല്ലാം ഒരു കൂട്ടം ഇങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നു എന്നുള്ളത് എടുത്തു കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിൽ പോകുന്നില്ല. അങ്ങനെ ചർച്ച വന്നായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മെയിൽ ഷോവനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അജിത്തേട്ടൻ ഒറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിലൊരു സീൻ കാണിക്കുന്നുണ്ട്. അതേ സമയം തന്നെ ശ്രുതി ചേച്ചി ബിച്ചേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു. ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകള് ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ഫാമിലി ഒരു ഐഡിയൽ ഫാമിലി ആണെന്നത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. പക്ഷെ കാണുമ്പോഴത്തേക്കും നമുക്ക് പുള്ളിയാണെങ്കിൽ വീട്ടിൽ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കാണുമ്പോഴത്തേക്കും പുള്ളി എല്ലാവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കിപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ആണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയൽ അല്ലേ? അങ്ങനെയല്ല പറയുന്നത്. അതേസമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇപ്പം അതിൽ രണ്ട് ഫാമിലിയിൽ ഓരോ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കഴിയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയിൽ. അതാണ് നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത്. രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഫാമിലി ഉണ്ട്. ലൈക്ക് നമ്മളൊരു സിനിമയില് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായം അല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ്. പ്രൊഡ്യൂസർ ഈ സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? സ്ത്രീപക്ഷ സിനിമ എന്നുള്ളത്. ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു 150ഓളം വുമൻസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഡെയിലി ബേസിസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് 1-on-1 ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട്. റീസൺ അവർ പല സമയത്തും വറീഡ് ആയിട്ടിരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഞാൻ 3 കാറ്റഗറി വുമൻസിനെയാണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ്, നല്ല റിലേഷൻഷിപ്പ് ഉള്ളവർ. ദാറ്റ് മീൻസ് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുന്നു, കുക്ക് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനത്തെ. സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ്. ചിലർ ഡിവോഴ്സിലൂടെ പോകുന്നു, കഴിഞ്ഞവർ, അങ്ങനെയുള്ളവർ. മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി കാരണം അവർക്ക് കടക്കാൻ പറ്റുന്നില്ല. സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ എൻ്റെ ക്യാബിനിൽ വന്നിരുന്ന് 1-on-1 ഡിസ്കഷൻസ് നടത്താറുണ്ട്. സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ 1-on-1 ഡിസ്കഷൻ 2 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത്
മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആസ് എ വുമൺ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ 150ഓളം വുമൺസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. യെസ്. ഈ സിനിമയുടെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്, അതായത് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ വെളി വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞ മേജർ സീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന എലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഒരു ഫാമിലി റിലേഷനിലായാലും ശരി, ഒരു മാരേജിലായാലും ശരി, പറയുന്ന എല്ലാവരും അറിഞ്ഞിരിക്കാൻ പരസ്പരം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഫിലിമിന്റെ എലമെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം വൈഫിന്റെ വീഡിയോസും ഫോട്ടോസും റിലീസ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ട് വൈഫ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോലും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മളെ സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലത്, ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നത് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിലൊരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായിരുന്നു ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. നോർമലി ഇപ്പം ഒരു ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു സുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ജെലസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പം താങ്കളുടെ കഥാപാത്രം മുന്നോട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അവരുമായിട്ട് കമ്പനി ആവാത്ത, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനി ആവുന്നത് എന്നൊരു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിന്റെ ഭാഗത്ത് ഒരു ഇതില്ലേ, കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി എതിർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചോളൂ. അല്ല ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത്, അത് കറക്റ്റ് ആണ്. അത് അജിത് ലൈക് സുരാജേട്ടൻ പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജേട്ടൻ അജിത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സുരാജേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാൾ വന്ന് കയറുമ്പോൾ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. അജിത്ത് വാസ് ഇൻ എ ഹാപ്പി മാരിഡ് ലൈഫ്, ധന്യയ്ക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റില് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോ കൊളാക്കി. പക്ഷെ കൊളായോ ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവിൽ കൊളായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അജിത്തിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി മാരീഡ് ലൈഫാണ്. വാട്ട് അബൌട്ട് ധന്യ? അപ്പൊ ധന്യയുടെ അടുക്കൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ണി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്തൂടെ? അല്ല, അജിത്ത് അതെ,
അപ്പൊ ധന്യ അടിച്ചു പൊളിക്കണ്ടേ? അജിത്തിന്റെ പെർസ്പെക്റ്റീവില് ധന്യയുടെ ഫ്രണ്ട്സുമായിട്ട് അതേ ഫീമെയിൽ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് എന്നല്ല വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതിനകത്ത് സിനിമ കണ്ടില്ലേ, അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ. അജിത്തിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ അജിത്ത് വിശ്വസിക്കുന്ന അജിത്തിന്റെ എന്നും കരയുകയും വളരെ സങ്കടപ്പെട്ട് ജീവിക്കുകയും അൺഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈഫാണ് ധന്യ എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ? വീട്ടിനകത്ത് നടക്കുന്നത്, വീട്ടിന് പുറത്തുള്ളതാണ്. ഇതേ വീടിനകത്ത് തന്നെ റൂഫ് ടോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമടി പാർട്ടിയുണ്ട്. Yes, yes. അതിനകത്ത് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ട്രെയിലറിൽ പറയുന്നുണ്ട്, ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പുചാക്ക് തലയിൽ വെച്ച് തൃശ്ശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് കേട്ടാണ് പുള്ളിക്കാരി ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ. മോൾക്ക് വേണ്ടിയിട്ടാണത്. പറഞ്ഞ് അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചു കുറിച്ച് നടക്കുമ്പോൾ ധന്യയുടെ ക്യാരക്ടർ കരയുകയാണ്, വിഷമിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഭർത്താവിനല്ല, ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതാണ് പറയാൻ വരുന്നത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ. ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളുടെ പേരൻസിന് അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറൊരു ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതെന്നൊന്നും എവിടെയും ഇല്ല. നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു സംശയം സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ സിനിമ എൻ്റെ കുട്ടിയുടെ ഒപ്പം ഞാൻ പോയിട്ട് കാണുമ്പോൾ 5-6 വയസ്സുള്ള എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ കാണുന്നത് അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്നത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽ, ഒരു സൊസൈറ്റിയുടെ ക്രീം ലെയറിൽ വെക്കുന്നില്ല. അത് നമ്മൾ ആ സിനിമയിൽ കാണുക, ഇത് അതിനെ നോർമലൈസ് ചെയ്യരുത്. ഈ കുട്ടി വിചാരിക്കുക, എൻ്റെ മകൻ വിചാരിക്കുക ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുകയും അവരതിനെ നോർമലൈസായി കാണുകയും ചെയ്യുന്ന ഒരു ആ മട്ടിലൊരു സ്ത്രീയുടെ സിനിമയല്ലേ. നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. സൗണ്ടുകൾ കൊണ്ടും ഈ പാടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും നോർമലൈസ്ഡ് ആവത്തില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചക്കിക്കും അത്രയും വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്ങനെ അല്ല, അത് പറയുക, അതാണ് ചോദ്യം. ഇതിനെ ഗ്ലോറിഫൈ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇതുണ്ട് എന്ന് ഒരു സൂചന. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു ലെസ് ദാൻ 5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുന്നത്. ഒരു ക്രീം ലെയർ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാകുന്നു. എങ്ങനെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പം അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതാ ശ്രുതിയും ബിജുചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും മടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കുട്ടികൾക്കത് എന്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരൻസ് മീറ്റിങ്ങിന് അവർ ഒരുമിച്ച് വരുന്നു. അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നതും പ്രശ്നമില്ല ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the sad truth is that ആ 5 ഫ്രണ്ട്സിൽ 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എൻ്റെ ഇതേ ഏജ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്.
അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയം എടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, യുനോ ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും എന്ത് തെറപ്പിസ്റ്റ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള അങ്ങനെ യുനോ കുറെ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം ആ ഒരു മാരേജിന് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് യുനോ ആ ഒരു മാരീഡ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? യുനോ സോ ഇപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നത് അപ്പോഴും നടക്കുന്ന സൊസൈറ്റിയിൽ വേറൊരു ഭാഗമുണ്ട്, പുരുഷന്മാർ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഒരു സ്ത്രീ പറയുമ്പോൾ കേൾക്കുന്ന ലോയിൽ അല്ലെങ്കിൽ നാട്ടുകാർ കേൾക്കുന്നുണ്ട്, പുരുഷൻ പറയുമ്പോൾ അവനിത് ചുമ്മാ പറയുന്നതായിരിക്കും അവരുടെ കേസുകൾ ഒരുപാട് പേര് അങ്ങനെ ഫേസ് ചെയ്യുന്നു. ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസിൽ അവിടുത്തെ സിംഗ ഒരു സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. ഇത് എന്താണെന്നറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ വി ഹാവ് ഫൗണ്ട് ദ വോയിസ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പക്ഷെ യു ആർ വെരി റൈറ്റ്. ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഈസ് വയലൻസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ്, ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഹാസ് ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണം. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് ഇത്, പിന്നെ ചില കമന്റ്സിൽ കാണുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് ഈ സിനിമ കാണിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്, ഇതിന്റെ വന്നിട്ടുണ്ട്. പക്ഷെ ചില ഇതില് നമ്മളോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട് ശരിയൊക്കെയാ, പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയെ കാണിക്കില്ല കേട്ടോ എന്ന് നമ്മുടെ തന്നെ 1-2 സുഹൃത്തുക്കള് സംസാരം മധ്യേ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്? നമ്മളുടെ ഈ വിഷയം സംസാരിക്കുന്ന സിനിമ സംസാരിക്കുന്നതും ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അത് മെയിലേക്ക് ഒഫൻഡഡ് ആവുന്നുള്ള പേടിയായിരിക്കും ബേസിക്കലി. ഇതൊക്കെ എനിക്ക് ഐ ഡോണ്ട് വി വാണ്ട് ടു കോമെന്റ് ഓൺ ഇറ്റ്. കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് വെരി സർപ്രൈസിങ് ടു മീ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഫീൽ ലൈക്ക് അതിനെ ഫ്യൂവൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകൾക്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ പോയി കാണാം. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട്. അപ്പോ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇല്ല സ്ത്രീകളും പുരുഷന്മാരും ഇതിൽ പറയും. ഇപ്പോ എന്റെ ഒരു അനുഭവത്തില് ഒരാൾക്ക് ഒരു അടിപിടി കേസായിരുന്നു. അപ്പൊ ആ കേസ് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയെ പേരിലും സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നിട്ട് ഒരു കൗണ്ടർ കേസ് ഉണ്ട്. അപ്പൊ ഈ കേസ് പിൻവലിക്കേണ്ടി വന്നു. അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞു. അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയാ നമ്മുടെ സമൂഹത്തിനൊന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അയ്യോ അത് ശരിയാണ്, അതൊക്കെ തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മറ്റേ ആളെ എഫ്ഐആർ ഫയൽ ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷേ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും.
വലിയ രീതിയിലായിരുന്നു. പക്ഷെ അതിൽ നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ, ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പോ യെസ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഒരു ഐഡി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പുരുഷന്റെ കേസ് തെളിയാൻ നിങ്ങൾ ഐഡി ഇട്ടോട്ടെ, പ്രശ്നമില്ല. ഒരു കേസ് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലാവുന്നു, അല്ലെങ്കിൽ ഇതേപോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്നറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡി, അവന്റെ വീട്ടുകാരുടെ ഐഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ അവിടെ നടക്കാം, ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐഡി ആ വ്യക്തിയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇതിൽ വേണ്ടേ? ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ഒരു ഇന്ററാക്ഷൻ പറയാം. സത്യത്തിൽ അതിനകത്ത് ഇത്രയോ സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളെ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു, കൂടുതൽ സ്ത്രീകളെ ഉപദ്രവിക്കപ്പെടുന്നു. എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നൊന്നുമില്ല. പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ലാന്ന്. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര്, അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങൾ സിനിമ ചെയ്യുന്നവരാണ്. അതായത് ഈ സിനിമ പ്രമേയപരമായിട്ട് മലയാള സിനിമയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയം ഇത്ര ഗംഭീരമാണ്. ഒരു വോയലിസ്റ്റിനെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട രീതി നല്ല ഹ്യൂമറസ് ആയിട്ടും എന്റർടൈൻമെന്റ് ഫേസ് ചെയ്യപ്പെട്ട ഒരു സിനിമ. ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണുന്നതാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് ഒരു 4-5 സെന്റൻസിൽ പറയുന്നത്? ഇത് സ്ത്രീകളുടെ സ്വകാര്യതയെ കുറിച്ചുള്ള സിനിമയാണ്, അല്ലെങ്കിൽ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, എന്താണ് ആക്ച്വലി? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് ചേട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കണം, അതായത് ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അല്ലെങ്കിൽ ആസ് എ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്.